ഗോമാതാവേ അനുഗ്രഹിക്കണം. പക്ഷേ ഗോമാതാവല്ല ഗൈസ്, ഇത് ഗോപിതാവാണ്. പുങ്കന്നൂർ കാള എന്നാണ് ഇവരുടെ പേര്. നമ്മുടെ വെച്ചൂർ പശുവിനേക്കാൾ നീളം കുറഞ്ഞ, ഇത് 8 വയസ്സുള്ള ആളാണ്. പക്ഷെ ഇവനെ കണ്ടാൽ തോന്നത്തില്ല. ഏറ്റവും പൊക്കം കുറവുള്ള കാളകളെയാണ് പുങ്കന്നൂർ കാളകൾ എന്ന് പറഞ്ഞ ബ്രീഡിൽ വരുന്നത്. 8 വയസ്സുള്ള അവന് ഇത്ര ഹൈറ്റ് കണ്ടോ. ഇവര് മുഴയൊക്കെയാണ് ഇവർ ഹൈലൈറ്റ് എന്ന് തോന്നുന്നു. ആൾ കുറച്ച് ടെററാണെന്നാണ് പറഞ്ഞത്. ഇവരുടെ ചാണകം, മൂത്രം, പാല് എന്നൊക്കെ തുടങ്ങിയത് അമ്പലങ്ങളിലൊക്കെ പൂജയ്ക്കും അല്ലെങ്കിൽ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ്. നമ്മുടെ പാലഭിഷേകത്തിനൊക്കെ ഇവരുടെ പാല് ഉപയോഗിക്കും. അത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. ചില അമ്പലങ്ങളിലൊക്കെ ഇവരുടെ പാല് കൊണ്ട് മാത്രമാണ് അഭിഷേകമൊക്കെ നടത്തുന്നത്. ഇവരുടെ യൂറിന് പോലും അത്രയും എന്താ പറയുക, അത്രയും ഗുണമുള്ള അല്ലെങ്കിൽ അത്രയും പ്രോട്ടീൻ റിച്ച് ഒക്കെ ആയിട്ടുള്ള യൂറിനാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഉണ്ടോ, ഇവൻ ആകെ മൊത്തം കുറച്ച് അലമ്പാണ്. എങ്കിലും ഇപ്പൊ ഒന്ന് മെരുങ്ങിയതാണെന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഇതിലും ടെററായിരുന്നു അത്ര ഇവൻ. എന്തായാലും അപ്പൊ ഇതാണ് പുങ്കന്നൂർ ബുൾ എന്ന് പറയുന്നത്. ഏറ്റവും വലിപ്പം അല്ലെങ്കിൽ ഏറ്റവും പൊക്കം കുറവുള്ള കാളയാണ് ഇവൻ. ലോകത്തിലുള്ള പുങ്കന്നൂർ കാളകളുടെ എണ്ണം എന്ന് പറയുന്നത് 200-300 ഒക്കെയാണ്. അതിലൊരുത്തനാണ് നമ്മളുടെ മുന്നിൽ ഇപ്പൊ ഈ നിൽക്കുന്നത്. ഇപ്പോൾ ഞാനുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിക്കൊപ്പമാണ്. എൻ്റെ അത്രയൊക്കെ ഉണ്ട്, എന്നേക്കാൾ കുറച്ചും കൂടി ഉണ്ട്. ഇതാണ് ഒട്ടക പക്ഷി. നിങ്ങൾക്ക് ആർക്കും ഞാൻ ഒട്ടക പക്ഷിയെ കുറിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു വട്ടം അവന് കൊത്ത് കിട്ടിയത് കൊണ്ട് ചേട്ടൻ തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. എന്തായാലും ഇതാണ് ഒട്ടക പക്ഷി. ഉണ്ട് നമ്മുടെ ഫാമിൽ കാണാൻ വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് ഒട്ടക പക്ഷീനെ തൊടാൻ നമുക്ക് പറ്റും. കണ്ടോ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പറയൊക്കെ ആയിട്ടുള്ള. പിന്നെ ഇവരുടെ വിരലുകൾക്ക് പ്രത്യേകതകളുണ്ട്. 2 വിരലുകളാണ് ഒട്ടക പക്ഷിക്കുള്ളത്. ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് യമൂവിൻ്റെ കൂട്ടിലാണ്. ഞാൻ കൂട്ടി കയറിയതുകൊണ്ടാണ് ഇവർ തിരിഞ്ഞ് നിൽക്കുവാണ്. യമൂന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കോമൺലി ഇറച്ചിക്കും മുട്ടയ്ക്കും ഒക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ബേർഡാണ് യമു എന്ന് പറയുന്നത്. നമുക്കൊരു ഒട്ടക പക്ഷിയുടെ ലുക്കൊക്കെ തോന്നുകയാണെങ്കിലും ഇവർ യമു ആണ്. നമുക്ക് തൊട്ട് നോക്കൊക്കെ ചെയ്യാം. കൊള്ളാം. വേഗം വീഴുന്നു. വൈക്കോലിൽ തൊടുന്ന പോലെ ഇല്ല. കൊത്ത് ധൈര്യം ഉണ്ടെങ്കിൽ കണ്ടോ, അവിടെ കൊത്തുന്ന ഇവര് കൊത്തിയാലും വേദനയ്ക്കില്ലെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ കൊത്തം പറഞ്ഞപ്പോൾ ആകെ മൊത്തം കൊത്തലാണ് ഇവിടെ. ഇവര് പെയറാണെന്ന് തോന്നുന്നു. ഒരാളെ തൊട്ടപ്പോൾ മറ്റാൾ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നതായിട്ട് തോന്നുന്നു എനിക്ക്. നമ്മൾ ഈ വൈക്കോലിന്റെ മുകളിലൊക്കെ തൊടില്ല, അല്ലെങ്കിൽ ഈ കവുങ്ങിന്റെ ഓലയുടെ മുകളിലൊക്കെ തൊടുന്ന ഒരു ടെക്സ്ചറാണ് ഇവർ സ്കിന്നിന് വരുന്നത്. ഇവരെപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടായതുകൊണ്ട് ഞാനും നടക്കാം. അതാണ് യമുവിന്റെ വിശേഷങ്ങൾ. അപ്പൊ ഇനി ആരെങ്കിലും ഒക്കെ യമുവിനെ നേരിട്ട് കണ്ടിട്ടില്ല, നേരിട്ട് കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം. എവിടെ കണ്ടു പറയാനോ. ഞാൻ എന്നെ പോലെ ഒരു സുന്ദരീനെ ഇവിടെ കണ്ടുമുട്ടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് കുറച്ച് മുടി കുറവായി, ഇവൾക്ക് നല്ല മുടിയുണ്ട്. ഇവരാണെങ്കിൽ നിൽക്കുന്നില്ല, കഷ്ടപ്പെട്ട് കിട്ടിയതാണ്. ഇവളുടെ പേര് സിംഗ് എന്നാണ്, ചൈനക്കാരിയാണ്. അവൾ ഭയങ്കര കളിപ്പിലാണ്. നമ്മൾ കുറെ നേരമായി അവളെ ബുദ്ധിമുട്ടിച്ചോണ്ട്. ഇവളുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവളുടെ മുടി തന്നെയാണ്. നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള അടിപൊളി മുടിയൊക്കെ ഉണ്ട്. നമ്മൾ കാശ്മീരിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ 100-300 രൂപ കൊടുക്കണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇവളെ കാണാൻ ചെയ്യാം, പടം എടുക്കാം, ഇവിടെ നമുക്ക് തൊട്ട് നോക്കാം. പക്ഷെ അത്ര ക്ഷമയൊന്നുമില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ ഓടിപ്പോവും. ഒരുപാട് ഓടിയിട്ടിട്ടാണ് ഇപ്പം നമുക്കിങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ ഇവിടെ നിന്ന് വരുന്നത് തന്നെ. സിംഗിന്റെ വിശേഷങ്ങളൊക്കെ അറിയാം. കണ്ടോ, ഇങ്ങനെ പോകുമ്പോൾ പിന്നെ അത് നടന്നു വന്നോളൂ. ഗൈസ്, ഇവൾക്കൊരു ഇൻട്രോയോ ഒന്നും വേണ്ട. ഇവളുടെ പേര് റോസി. ഡാഷൂട്ട് ബ്രീഡിലുള്ള നായ്ക്കുട്ടിയാണ്. കുഞ്ഞാണെന്ന് തോന്നുന്നു. അത്ര വണ്ണമൊന്നുമില്ല. നമുക്കറിയാം ഡാഷൂസ് അത്ര വണ്ണം മാത്രമേ വയ്ക്കത്തുള്ളൂ, നീളം വയ്ക്കത്തില്ല. നീണ്ടു പോകുന്ന ഒരു ബ്രീഡാണ് ഡാഷൂസ് എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ഒരു കാവൽക്കാരി എന്നൊക്കെ പറയാം. ഇവിടെ കളക്കുന്നുണ്ടായിരുന്നു. ശാന്തയാണ്, ഭയങ്കര സൈലന്റ് ആണ്, ഒരു അൾട്ടിമേറ്റ് സൈലൻസ്.